Namaste, welcome back viewers, welcome back to WinTrader. മോർണിംഗിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ട്രേഡ് നമുക്കൊരു ചാർട്ട് അനാലിസിസ് വഴി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിലൂടെ മാർക്കറ്റ് ബൈ ട്രെൻഡിലാണോ സെൽ ട്രെൻഡിലാണോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ചാർട്ട് അനാലിസിസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആക്ച്വലി മിസ് ചെയ്യാറുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏത് സ്റ്റോക്കിൽ ഇന്നത്തെ മൂവ്മെൻറ്റ് വന്നു, അപ്പോൾ ഏത് സ്റ്റോക്കിൽ അതായത് കറക്റ്റായിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ സാധിച്ചു, ഇതൊക്കെ നമുക്ക് ആക്ച്വലി മിസ് ചെയ്യും. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി റിലയൻസിലാവട്ടെ, ഇൻഫോസിസിലാവട്ടെ, TCSലാവട്ടെ, അതേപോലെ ടാറ്റ മോട്ടോഴ്സിലാവട്ടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ട്രേഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നലെയും ഇതുപോലെ തന്നെ രാവിലെ തന്നെ DLFന് നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. DLFന് ഇന്നും മൊമെൻ്റ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ട് ട്രേഡ് നമുക്ക് കറക്റ്റ് ഭാരതി എയർടെൽ രാവിലെ കയറിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു ട്രേഡ്. ഇപ്പം ഇന്ന് DLFന് നല്ലൊരു മൊമെൻറ്റ്, അതേപോലെ ഇന്നലെ ഭാരതി എയർടെൽ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി മോർണിംഗിൽ തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് ഇന്നിപ്പം ഭാരതി എയർടെൽ ഫുള്ള് സൈഡ് വേസ് ഉണ്ട്, പക്ഷേ ഇന്നലെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇന്നലെ നല്ലൊരു ട്രേഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ട്രേഡ് മിസ് ചെയ്യാതെ നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനർ, അതായത് ഈ സ്കാനർ സഹായിക്കും. അപ്പം ഇതിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം, ഒരു ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതോടൊപ്പം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ്, ഓപ്ഷൻ ട്രേഡേഴ്സിന് എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഞാൻ റിലയൻസിനെ കാണിച്ചു തരാം. അപ്പം ഇപ്പോഴത്തെ റിലയൻസിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഓർഡറിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രീൻ കളർ അപ്പാരോ ഇതാണ് ബൈ സിഗ്നൽ, അല്ല ഇത് റെഡാണ് സെൽ സിഗ്നൽ. അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ബാർ ചാർട്ടാണ്. ഇതിനകത്ത് കളർ ചേഞ്ചസ്, കളർ ഇൻഡിഫിക്കേഷൻ വളരെ മുഖ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ബൈ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് 1.50 അപ്രോക്സിമേറ്റ് എൻട്രി പോയിന്റ് വന്ന് 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതിന് ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ പോയതാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം മാർക്കറ്റ് ഓൾറെഡി മുകളിലേക്ക് കയറി നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ തരികയാണ് നമുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ സെല്ല് കൺഫേംഡ് അല്ല, ബൈ കൺഫേംഡ് ആയിരുന്നു. ബൈ അപ്രോക്സിമേറ്റ് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 15 പോയിന്റ് മേളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സിഗ്നലിൽ വന്ന സമയത്തെ കൺഫേംഡ് ആയിരുന്നു. അവിടെ നിന്ന് ആക്ച്വലി ഈ ലെവലിൽ തന്നെ നമുക്ക് എടുക്കാമായിരുന്നു. 2491 അപ്രോക്സിമേറ്റ് നല്ലൊരു ബ്രേക്ക്ഔട്ട് 2508 വരെ നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമുക്ക് ആക്ച്വലി 8 അല്ല 9 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവലിൽ നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ആക്ച്വലി ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആക്ച്വലി നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഒരു വോളിയം സ്റ്റോക്ക് ആഡ് ചെയ്ത് വെക്കുക. ഒരു മിനിമം ഒരു 20-25 സ്റ്റോക്ക് ഇനഫാണ്. കൂടുതൽ സ്റ്റോക്കിലേക്ക് ഒന്നും ട്രൈ ചെയ്യേണ്ട. വളരെ ചെറിയ ചെറിയ സ്റ്റോക്ക് എടുക്കുന്നില്ല, ഭേദം വോളിയുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മാർജിൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ തന്നെ നമുക്ക് ക്യാഷിൽ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഓപ്ഷനിൽ, അങ്ങനെ പല ഫെസിലിറ്റീസും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതായത് ഓപ്ഷൻ ട്രേഡേഴ്സിൽ വലിയ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് ആവട്ടെ, എന്തിൽ വേണേൽ നമുക്ക് ചെയ്യാം. അപ്പം അതിൽ ഈ വോളിയം സ്റ്റോക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. അപ്പം അതിനോടൊപ്പം നമുക്ക് സ്കാനർ സെറ്റ് ചെയ്യാം. അപ്പം മോർണിംഗിൽ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള സ്കാനർ പറഞ്ഞു. ഇപ്പം നോക്കുകയാണെങ്കിൽ LNT നല്ലൊരു ബൈ ട്രെൻഡിലേക്കാണ് പോകുന്നത്. TCS നല്ലൊരു ബൈ ട്രെൻഡ്. TCS ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയാട്ടെ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു ബൈസിക്കിൾ വന്ന അപ്രോക്സിമേറ്റ് 2.20 നേരെ ഹൈക്ക് കയറി മാർക്കറ്റ് നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് റീ എൻട്രിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് മൊമെന്റ് കറക്റ്റ് ടൈമിൽ സോഫ്റ്റ്വെയർ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ മിസ് ചെയ്യാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് എടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. അത് കൂടാതെ തന്നെ ഇപ്പം ഇൻഫി നോക്കുകയാണെങ്കിൽ ഇപ്പം ഇൻഫോസിസിൽ രാവിലെ തന്നെ ഇപ്പം ഇതേപോലെ തന്നെ ബൈസിക്കിളിൽ നല്ലൊരു കണ്ടിന്യൂവേഷൻ പോയിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്രോക്സിമേറ്റ് 1312 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നേരൊരു ഹൈക്കിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. 23 വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന സെൽ ഒരുപാട് കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു, ജസ്റ്റ് ബ്രേക്ക് ഔട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് TCS നോക്കുകയാണെങ്കിൽ TCSലും ഇതേപോലെ രാവിലെ ഒരു ബൈറ്റ് ഉണ്ട്. അപ്രോക്സിമേറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. നമുക്കൊരു 10 മണിയോടുകൂടി 3295 ഒരു ബ്രേക്ക്ഔട്ട് പോയി നേരെ 3320 ഒരു നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ രാവിലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ തന്നിരുന്നു. അത് കഴിഞ്ഞൊരു സെല്ല് വന്നു, ഇതൊരു ഹൈക്കിൽ ഡൗൺ ആയതാണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ തിരിഞ്ഞു കയറി. അപ്പം ഇതുപോലത്തെ സിഗ്നൽസ് ആണ് എപ്പോഴും ഞാൻ പറഞ്ഞത്, ഒരു ഹൈക്കിൽ ഡൗൺ ആയ സിഗ്നൽസ് എപ്പോഴും ആ സപ്പോർട്ട് ലെവൽ ക്രോസ് ചെയ്തിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ട്. അല്ല നമ്മളിവിടെ എൻട്രി എടുത്തിരുന്നെങ്കിലും നമുക്ക് ആക്ച്വലി ഇത് ഇവിടെ പ്രശ്നമില്ല, നമുക്ക് ഈ കളർ ചേഞ്ചസ് കാണുമ്പോൾ അവിടെ കട്ട് ചെയ്തിറങ്ങാം.
സോഫ്റ്റ്വെയർ എക്സിറ്റ് സിമ്പിളിന് വേണ്ടി കളർ ചേഞ്ചസ് അവിടെ കൊടുത്ത് കാണിച്ചു തരും കറക്റ്റായിട്ട് ആ ടൈമിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ടൈമിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ട്രേഡ് എടുത്തില്ല, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇനി കയറും ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിവേഴ്സൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ട് ചെയ്തുണ്ട്. ചെറിയ ലോസിനാണെങ്കിൽ നമുക്ക് തിരിഞ്ഞ് കയറുമ്പോൾ നമുക്ക് നല്ലൊരു എൻഡ് കിട്ടും. ഒരുപാട് ലോസിലേക്ക് പോകുന്നതിലും നല്ലതാണ് ചെറിയൊരു ലോസിൽ നമ്മൾ ആക്ച്വലി റിവേഴ്സ് പോകുന്നതിന് മുമ്പ് കട്ട് ചെയ്യുന്നത്. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ രണ്ടാമതൊരു എൻട്രി ലെവലിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ലെവൽ എടുത്തിട്ട് അത് സ്കോപ്പ് ചെയ്ത് ഇനി തിരിച്ചിറങ്ങുക അങ്ങനെ കാര്യമില്ല. റിവേഴ്സിൽ പോകുമ്പോൾ അപ്പം തന്നെ കട്ട് ചെയ്ത് ഇറങ്ങിയേക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സും ഇന്ന് വൺ സൈഡ് മൊമെന്റ് ആയിരുന്നു. ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ടോട്ടൽ 6 പോയിന്റ്സോളം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ രണ്ടാമത് അതായത് റീ എൻട്രി തരും. നമുക്ക് സിഗ്നൽസ് കണ്ടിന്യൂഷൻ പോവുകയാണെങ്കിൽ റീ എൻട്രി ലെവലിൽ തരും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ പിടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പം അതേപോലെ തന്നെ ഇന്നും ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെയായിരുന്നു. വൺ സൈഡ് മൊമെന്റ് ആണ് തന്നിരുന്നത്. വൺ സൈഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് രാവിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്രോക്സിമേറ്റ് ഒരു 11 മണിയോട് നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 43,678 നേരൊരു ഹൈക്കാണ് കയറിയിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ എടുക്കാം. 43,666 ആണ് ആ സമയത്ത് റേറ്റ് എങ്കിൽ 43,500 നമുക്ക് കോൾ എടുക്കാം. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ വ്യൂവിൽ പോവുക, സിമ്പിൾസിൽ പോവുക, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റേറ്റ് ആ സമയത്ത് റേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. 43,000 43,600 തന്നെ കാണിച്ചു തരാം. റൈറ്റിലേക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോയിലേക്ക് പോവുക, 5 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക, ടെംപ്ലേറ്റ് ഇന്ന് 8.1 ഓപ്ഷൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബൈ തന്ന ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആ സമയത്ത് റേറ്റ് വന്ന് 316 ആ സമയത്ത് എൻട്രി ചെയ്യാമായിരുന്നു. ഒരു 11 മണിയായിട്ടുണ്ട്. അവിടെ നേരെ ഒരു ഹൈക്കിലേക്ക് കയറി അപ്രോക്സിമേറ്റ് ലാസ്റ്റ് ക്ലോസിങ് ഇപ്പം എത്തി നിൽക്കുന്നത് 3532 ആ റേറ്റിലാണ്. നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ട്രേഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും ഇതേ ഒരു റേറ്റിൽ അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ 18,372 ബ്രേക്ക് ചെയ്ത് നേരെ നല്ലൊരു ഹൈക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 497 നല്ലൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 372 എന്ന് പറയുമ്പോൾ നമുക്ക് 100 നമുക്ക് കോൾ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 100 കോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സെയിം അതേപോലെ ബൈ കണ്ടിന്യൂഷൻ ആയിട്ട് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആ സമയത്ത് ഒരു 10,316 ആ ഒരു റേഞ്ചിൽ കയറിയിട്ട് നേരെ ഹൈ കയറി 427 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് രണ്ടിനും കിട്ടിയിട്ടുണ്ട്. 4300 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കയറാൻ സാധിച്ചു. അതിൽ നേരെ ഒരു ഹൈ കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും നല്ലൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ തന്നെ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസിലേക്ക് പോകുന്ന നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ബ്രേക്ക് ഔട്ട് ട്രേഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. വെറും സ്കാനർ സെറ്റ് ചെയ്ത് വെക്കാം, ഒരുപാട് സ്റ്റോക്കിലേക്ക് ട്രേഡ് ചെയ്യാതിരിക്കും. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വെർഷൻ, അതായത് നമുക്ക് നല്ല വോളിയം സ്റ്റോക്ക് എന്നാണ് ഞാനിവിടെ ആഡ് ചെയ്ത്. എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഒരു 10 സ്റ്റോക്കിൻ്റെ കാര്യം. ആ 10 സ്റ്റോക്ക് തന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി, അതിൽ തന്നെ നല്ലൊരു ട്രേഡ് എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പം കൂടുതലായിട്ട് നിങ്ങൾ ഡെമോ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി വിളിച്ചാലും മതി, ഞാൻ ഗൈഡ് ചെയ്തിട്ട് എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു. താങ്ക് യു.